നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അവൻ ചാകേണ്ടവനാ, എന്നെ ബാഡ് ടച്ച് ചെയ്തു, അവനെ കൊന്നു. പോലീസിന് മുന്നിൽ അലറി ആ 13കാരി. മുത്തച്ഛനെ തീർക്കാൻ കാമുകനും സുഹൃത്തുക്കൾക്കും റൂട്ട് മാപ്പ് ഇട്ടുകൊടുത്തത് 13കാരിയാണ്. അതായത് കൊലപാതകത്തിന്റെ എല്ലാ ആസൂത്രണവും നടത്തിയത് വെറും 13 വയസ്സുള്ള ഒരു പെൺകുട്ടി. മുത്തച്ഛനെ കൊല്ലണമെന്ന് പല തവണയാണ് കാമുകനോട് ഈ പെൺകുട്ടി പറഞ്ഞത്. എന്നാൽ അന്വേഷണം ഇപ്പോൾ പോലീസിന് ഒരു വെല്ലുവിളി കൂടി ഉയർത്തുന്നുണ്ട്. കാരണം പക്ക ക്രിമിനലുകളുടെ ഒരു സ്വഭാവം ഈ കുട്ടികളിൽ പ്രകടമാകുന്നുണ്ട്. കൊലപ്പെടുത്തിയത് മാത്രമല്ല, അത് മറയ്ക്കാൻ കൃത്യമായ പ്ലാനിങ് നടത്തി. കൊലപാതകം എക്സിക്യൂട്ട് ചെയ്തതും അതേ രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ പോലീസ് ചുറ്റിയിരിക്കുന്നത് പെൺകുട്ടിയുടെ പുതിയ മൊഴിയിലാണ്. ആദ്യ ചോദ്യം ചെയ്യലിൽ എല്ലാത്തിനും മുത്തച്ഛൻ തടസ്സമായിരുന്നുവെന്ന് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. അതായത് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന്. പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അയാൾ വൃത്തികെട്ടവനാണ്, ബാഡ് ടച്ച് ചെയ്തു, മോശമായി പെരുമാറിയെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലേതാണ് സത്യം, എന്താണ് വിശ്വസിക്കേണ്ടത്? പോലീസ് ഒരു കൺഫ്യൂഷനിലാണ്. ബാഡ് ടച്ച് ചെയ്തു, അയാൾ മോശക്കാരനാണ് എന്ന മൊഴി വിശ്വാസത്തിലെടുക്കാനാകുമോ? പെൺകുട്ടിക്ക് മുൻപ് മുതലേ ഇയാളോട് കടുത്ത പകയുണ്ടായിരുന്നു. മുത്തച്ഛൻ മോശക്കാരനാണെന്ന പെൺകുട്ടിയുടെ മൊഴിയിൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട കരുവാറ്റ നെടുങ്ങോലം കൊച്ചാലും കൂട്ട് സരസ്വതി നിവാസിൽ ശിവൻകുട്ടി ചെട്ടിയാരെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. എന്നാൽ അവിടെയും പോലീസിന് ഒരു വെല്ലുവിളി ഉള്ളത് ഈ കുടുംബം അയൽക്കാരുമായിട്ട് അധിക ബന്ധം പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് അയൽക്കാർ പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്നും അവർ പറയുന്നു. ഈ പെൺകുട്ടി മുൻപും വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. മുത്തച്ഛനെ കുറിച്ചുള്ള മൊഴി സത്യമാണോ അതോ ഇവർ മെനഞ്ഞ കഥയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ബാഡ് ടച്ച് ചെയ്തതിലെ പക വീട്ടാനാണ് എന്ന് പറയുമ്പോഴും കൊല നടത്താൻ വന്നവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്വർണവും പണവും അപഹരിക്കാനാണ്. 13കാരിക്ക് ശിവൻകുട്ടിയോട് നേരത്തെ തന്നെ വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്നും കാമുകനോട് ഇതേപ്പറ്റി പറയുകയും വീട്ടിലെത്തി കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ചതായും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് വ്യക്തമാക്കി. മോശമായ ഉദ്ദേശത്തോടെ ഗൃഹനാഥൻ സ്പർശിച്ചുവെന്ന് കാമുകനോട് പെൺകുട്ടി പറഞ്ഞിരുന്നു. പോലീസ് ഇപ്പോൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അടുത്ത ബന്ധുക്കളെയും പുറത്തുള്ളവരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ചില വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ബന്ധുവായ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയിലെ വൈരുദ്ധ്യം കാരണം ഒരു സംഘം സമാന്തരമായ അന്വേഷണവും നടത്തി. ഇതിലാണ് കൊലപാതക വിവരം വ്യക്തമായത്. സോഷ്യൽ മീഡിയ പല ചർച്ചകളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട്. മുത്തച്ഛൻ മോശക്കാരനായിരിക്കും, അതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. ഇവനൊക്കെ അങ്ങനെ തന്നെ വേണമെന്നും ഒരു കൂട്ടർ പറയുന്നു. പെണ്ണ് പിഴയാണെന്നും ഇവളൊക്കെ എന്ത് ക്രിമിനൽ സ്വഭാവമുള്ളവളാണെന്നും നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കരുത്, കൊന്നേക്കണമെന്നൊക്കെ വാദിക്കുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട്. സോഷ്യൽ മീഡിയയിലെ ഈ കീറിമുറിക്കലുകളല്ല, അന്വേഷണത്തിലൂടെ സത്യം തെളിയട്ടെ. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. 15-ാം തീയതി ശനിയാഴ്ച വൈകിട്ടാണ് ആൺകുട്ടികൾ കൊല്ലത്ത് നിന്ന് വന്നത്. കൊലപാതകം മാത്രമല്ല, സ്വർണവും പണവും അപഹരിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടി തന്നെയാണ് ഇവരെ സ്ഥലത്തെത്തിച്ചത്. പെൺകുട്ടിയുടെ പ്രേരണയിൽ 2 സുഹൃത്തുക്കളുമായാണ് ഈ കാമുകൻ എത്തിയത്. ശനിയാഴ്ച വൈകിട്ട് വീട്ടിലെത്തിയ പ്രതികൾ വീടിന് പിറകിലുള്ള വെന്റിലേറ്ററിന്റെ വിടവിൽ കൂടി അകത്ത് കടന്നു. തുടർന്ന് ഗൃഹനാഥനെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് സ്വർണവും പണവും മോഷ്ടിച്ചത്. എല്ലാം പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി തന്നെയായിരുന്നു. കാരണം അതിനുള്ളിലേക്ക് എങ്ങനെ കയറണം, ഈ ഗൃഹനാഥന്റെ മുറി എവിടെയാണ്, സ്വർണവും പണവും എവിടെയാണ് ഇരിക്കുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കാമുകനും സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുത്തതും പെൺകുട്ടി തന്നെയാണ്. പിന്നീട് ഒരു അതിബുദ്ധി കൂടി ഈ പെൺകുട്ടി കാണിച്ചു. അതായത് ഗൃഹനാഥനെ കാണാനില്ലെന്നും വാതിൽ തുറക്കുന്നില്ല എന്നും പറഞ്ഞ് ഇടയ്ക്ക് വീട്ടിൽ വന്ന് പെൺകുട്ടി പരിശോധിച്ചിരുന്നു. ചോദ്യം ചെയ്യലിൽ തുടക്കത്തിൽ പെൺകുട്ടി ഒന്നും പറഞ്ഞിരുന്നില്ല. തുടർന്ന് ലഭിച്ച തെളിവുകൾ വെച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നാണ് മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മുളകുപൊടി വിതറിയാൽ പോലീസിനെ കബളിപ്പിക്കാമെന്ന് ഇവർ കരുതി. അതുകൊണ്ടാണ് മുളകുപൊടി അവിടെ വിതറിയത്. പിടിയിലായവർ +1-ലും +2-ലും പഠിക്കുന്ന 17-16 വയസ്സുള്ള കുട്ടികളാണ്. ഒരാൾ +1-ൽ വെച്ച് പഠനം നിർത്തി. മുതിർന്നവരെ പോലെയാണ് ഇവർ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. ഡിജിറ്റൽ തെളിവുകൾ ഇതിനകം ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തുമ്പോൾ പെൺകുട്ടി സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു. കൊലപാതക ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തു.
ഗൃഹനാഥന്റെ കയ്യിൽ പൈസ ഉണ്ടാകുമോ എന്ന ചർച്ചകളൊക്കെ ഇവർക്കിടയിൽ നേരത്തെ തന്നെ നടന്നിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മറ്റു തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു. നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം കൊല്ലത്ത് തന്നെയുള്ള ജ്വല്ലറിയിൽ 16,000 രൂപയ്ക്കാണ് വിറ്റത്. ഇവ കണ്ടെടുത്തിട്ടുണ്ട്. വിൽക്കാൻ സഹായിച്ച ആളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ഇയാൾക്ക് ബന്ധമില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇക്കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം ഇവർക്ക് മറ്റെവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ഒരു സംശയമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ശിവൻകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കുറ്റകൃത്യത്തിന് മുൻപ് ശിവൻകുട്ടി ക്രൂര മർദ്ദനത്തിനിരയായി എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തലയ്ക്ക് ശക്തമായ അടിയേറ്റിരുന്നു. ഇതോടെ തലച്ചോറിൽ ആന്തരിക രക്തസ്രാവമുണ്ടായി. അബോധാവസ്ഥയിലായ ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നും റിപ്പോർട്ടിലുണ്ട്. താടിയെല്ലിന് മുകളിലേക്ക് ആഴത്തിലുള്ള പരിക്കുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. പോലീസ് തുടക്കത്തിൽ സംശയിച്ചിരുന്നത് കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാക്കി, അയാളിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ അപഹരിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ട് കാമുകിയെ അതിനൊപ്പം ചേർത്തതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ ചോദ്യം ചെയ്യലിൽ പോലീസ് തന്നെ ഞെട്ടിപ്പോയി. കാരണം തരിക്കുന്ന മൊഴികളായിരുന്നു പുറത്തേക്ക് വന്നത്. അതായത് ഇതിന്റെ എല്ലാം പദ്ധതി ഇട്ടത് ഈ 13 വയസ്സുകാരി തന്നെയാണ്. കൊല്ലത്ത് നിന്ന് ട്രെയിനിലായിരുന്നു ഇവർ ഗൃഹനാഥന്റെ വീട്ടിലേക്ക് എത്തിയത്. കൊല്ലത്ത് നിന്ന് ട്രെയിനിലായിരുന്നു ആൺകുട്ടികൾ എത്തിയത്. തുടർന്ന് അയൽവക്കത്തുള്ളവരും ആരും അറിയാതെ തന്നെ ഇവർ ആ വീടിന്റെ ഭാഗത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. പിന്നീട് ആരും അറിയാതെ അതിനകത്തേക്ക് കയറുന്നു. എന്നാൽ ശബ്ദം കേട്ടാണ് ശിവൻകുട്ടി എത്തുന്നത്. തുടർന്നായിരുന്നു ക്രൂര മർദ്ദനം. പിന്നിൽ നിന്നായിരുന്നു ആദ്യ അടി. ഇതോടെ ബോധം പോയി ശിവൻകുട്ടി നിലത്തേക്ക് വീഴുകയായിരുന്നു. കുട്ടിയുടെ കുടുംബത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. മുൻപ് ഈ കുട്ടിയെ കാണാനില്ല എന്ന പരാതിയും ഉണ്ടായിരുന്നുവെന്ന് SP പറഞ്ഞു. പ്രതികളെല്ലാം പരവൂർ സ്വദേശികളാണ്. ഈ പെൺകുട്ടി തന്നെയാണ് മുത്തച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം രംഗത്തേക്ക് വന്നത്. ആദ്യത്തെ ചോദ്യം ചെയ്യലിലൊക്കെ സ്വാഭാവിക മറുപടിയായിരുന്നു. തെളിവുകൾ ലഭിച്ച ശേഷമാണ് കുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇരുത്തിയത്. പിന്നീട് പോലീസ് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ പതറിപ്പോകുകയും ഇതുകൂടാതെ തനിക്ക് പരീക്ഷ എഴുതാൻ പോകണം എന്നൊക്കെ നിർബന്ധം പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് പോലീസുകാർക്ക് സംശയം തോന്നിയത്. പ്രത്യേകിച്ച് വനിതാ CI നടത്തിയ ചോദ്യം ചെയ്യലിലാണ് എല്ലാ വിവരങ്ങളും പെൺകുട്ടിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നത്. കൊല്ലത്ത് നടന്ന ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി കേരളം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരു 13 വയസ്സുകാരിയാണ് ഇത്രയും ക്രിമിനൽ ബുദ്ധിയോടെ ചിന്തിച്ച് സുഹൃത്തുക്കളെ കൂട്ടി ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അയാളെ കൊല്ലുന്നത് എനിക്ക് കാണണം എന്നുള്ള നിർദ്ദേശവും കാമുകനോട് ഈ പെൺകുട്ടി വെച്ചിരുന്നു. തുടർന്നാണ് കൊലപാതകം നടത്തുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തത്. അപ്പോൾ അത്രത്തോളം പക ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വ്യക്തമാകാൻ. എന്നാൽ എന്തായിരുന്നു ആ പകയുടെ കാരണം? അതിന്റെ കൃത്യമായ വിവരങ്ങളാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്. അതായത് മുത്തച്ഛൻ മോശമായി പെൺകുട്ടിയോട് പെരുമാറിയോ, അതോ ഈ പെൺകുട്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തതിനെ എതിർത്തതാണോ, അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നതാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഈ പെൺകുട്ടിയും സുഹൃത്തുക്കളും ആഡംബര ജീവിതം വല്ലാതെ കൊതിച്ചവരാണ്. അതാണോ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നും വ്യക്തമല്ല. എന്തായാലും ഇവർ കൃത്യമായി പ്ലാൻ ഇട്ടെത്തിയത് ഇയാളെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എങ്കിലും അവിടെ നിന്ന് സ്വർണവും പണവും കൈക്കലാക്കാനുള്ള വല്ലാത്തൊരു വ്യഗ്രത ഇവരിൽ ഉണ്ടായിരുന്നു. പെൺകുട്ടിക്കും ഈ സ്വർണവും പണവും കൈക്കലാക്കാനുള്ള നീക്കമായിരുന്നു. പ്രസവത്തിനായി ശിവൻകുട്ടിയുടെ മകൾ ശ്രീകലയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഭാര്യ സരസ്വതിയും വണ്ടാനത്തായിരുന്നു. കൊച്ചുമകളെ സുഹൃത്തിന്റെ വീട്ടിൽ നിർത്തിയിട്ടാണ് മറ്റുള്ളവർ പോയത്. ശിവൻകുട്ടി മാത്രമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഇത് തന്നെയാണ് അയാളെ വകവരുത്താൻ പറ്റിയ സമയമെന്ന് ആ പെൺകുട്ടി അങ്ങ് ഉറപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 9:15 ബന്ധുവായ 13-കാരി അയൽവാസികളുടെ അടുത്തെത്തി ശിവൻകുട്ടി വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞത്. തുടർന്നായിരുന്നു നാട്ടുകാർ ഓടിയെത്തി ഇവിടെ വാതിലിൽ മുട്ടുകയും ഒക്കെ ചെയ്തിട്ടും ഒരനക്കവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംശയം തോന്നിയതോടെയാണ് ഇവർ കതക് പൊളിച്ച് അകത്തേക്ക് കയറിയത്. അപ്പോഴാണ് ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ സമയത്തൊക്കെ ഒരു പതർച്ചയുമില്ലാതെ ആ പെൺകുട്ടി മുത്തച്ഛന്റെ മരണത്തിൽ, അതായത് മുത്തച്ഛൻ മരണപ്പെട്ടവിടെ കിടക്കുന്നതിൽ വല്ലാത്ത വിഷമത്തോടെയൊക്കെ ആയിരുന്നു നിന്നത്. എന്നാൽ പിന്നീട് പോലീസ് വന്ന ഘട്ടത്തിലാണ് ഒന്ന് പരിങ്ങിയത്. അപ്പോഴും ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടത് എനിക്ക് പരീക്ഷ എഴുതാൻ പോകണം എന്നൊക്കെയായിരുന്നു. ഓണപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഘട്ടത്തിലാണ് വനിതാ സിഐക്ക് ഒരു സംശയം തോന്നുന്നത്. എന്തിനാണ്, അതായത് മുത്തച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഈ പെൺകുട്ടി പരീക്ഷ എഴുതാൻ പോകണം എന്ന് പറയുന്നത്?
നമുക്കറിയാം, നമ്മൾ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, മുതിർന്നവർക്ക്. അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾക്ക് എന്തായിരിക്കും? അവർ വിഷമവും ഒക്കെ ഉള്ളിൽ കൊണ്ട് നടന്ന് അവർക്ക് ഒട്ടും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തില്ലേ? എന്നാൽ ഈ പെൺകുട്ടിക്ക് അങ്ങനെയുള്ള ഒരു പതർച്ച ഉണ്ടായിരുന്നില്ല. പോലീസിന്റെ മുന്നിൽ നിന്ന് മാറണം എന്നുള്ളതായിരുന്നു ആ സമയത്ത് ആ പെൺകുട്ടിയുടെ ആവശ്യം. അഥവാ താനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം. എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു. പരീക്ഷ എഴുതാൻ പോകുന്നതിന് വേണ്ടി ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ പോലീസ് അതിന് അനുവദിച്ചിരുന്നെങ്കിൽ, ആ പെൺകുട്ടിയെ പരീക്ഷ എഴുതാൻ വിട്ടിരുന്നുവെങ്കിൽ ഉറപ്പായും അവർ പുറത്തേക്ക് കടന്നേനെ. എന്തായാലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. കൊല്ലത്ത് പഠിക്കുന്ന കാലത്ത് പരിചയപ്പെട്ട ആൺ സുഹൃത്തിന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് പെൺകുട്ടി കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയത്. ദിവസങ്ങൾ, മാസങ്ങളൊക്കെ എടുത്ത് ഇവർ ഈ കൊലപാതകം നടത്തുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയാണ്. വീടിന്റെ റൂട്ട് മാപ്പും പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ ഈ ആൺകുട്ടികൾക്ക് കൃത്യമായി വിവരിച്ചു കൊടുത്തത് പെൺകുട്ടിയാണ്. റൂട്ട് മാപ്പ് കൃത്യമായി ഇവരിലേക്ക് എത്തിച്ചു കൊടുത്തു. കേരളം ഞെട്ടുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു 13 വയസ്സുകാരി സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു. ജുവനൈൽ ഹോമിലേക്കാണ് പോകുക. പക്ഷേ അവിടെ 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ ശിക്ഷ കുറവാണല്ലോ. ഇതൊക്കെ വീണ്ടും ജുവനൈൽ ഹോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മൾ കഷായം ഗ്രീഷ്മയൊക്കെ കണ്ടതാണല്ലോ. അതുപോലെ എത്രയെത്ര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ നടന്നിരിക്കുന്നു. കുട്ടി ക്രിമിനലുകൾ കൂടിക്കൂടി വരികയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.